നമ്മുടെ രാജ്യത്ത് ഇലക്ഷൻ നടത്തേണ്ട ആവശ്യമുണ്ടോ? കർണാടക തിരഞ്ഞെടുപ്പിലും ക്രമക്കേടെന്ന് രാഹുൽ ഗാന്ധി. ഹൗസ് നമ്പർ 0-ൽ ഒരുപാട് പേര് ജീവിച്ചിരിക്കുന്നു എന്ന് കണ്ടെത്തൽ. വ്യാജവിലാസത്തിലും വോട്ടുകൾ എന്ന് രാഹുൽ ഗാന്ധി. അച്ഛന്റെ പേരിന്റെ സ്ഥാനത്ത് ഇംഗ്ലീഷ് അക്ഷരമാല മാത്രം, വേറെ ഒന്നുമില്ല. അതുമാത്രമല്ല, ഇത് കണ്ടില്ലേ, ഹൗസ് നമ്പർ 25. ഈ ഒരു റൂമിൽ 80 വോട്ടേഴ്സ് ജീവിച്ചിരിക്കുന്നു എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്. അതൊരു സിംഗിൾ റൂം ഹൗസ് ആണ്. അവിടെയാണ് ഈ പറഞ്ഞിട്ടുള്ള 80 പേർ. എന്നാൽ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവിടെ ഒരു പട്ടികുട്ടി പോലും ഇല്ല എന്നാണ് സത്യാവസ്ഥ. അത് മാത്രമല്ല, വേറൊരു ഹൗസ് നമ്പർ 791, അവിടെ 46 വോട്ടേഴ്സ് ജീവിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴും സിമിലർ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഇതിനൊക്കെ പറഞ്ഞ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ലൈവ് പ്രസ് കോൺഫറൻസ് രാഹുൽ ഗാന്ധി കൊടുത്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അതിൽ കയറി കാണാവുന്നതാണ് എല്ലാവർക്കും. ഇനി നിങ്ങൾ തന്നെ പറയൂ, ഈ രാജ്യത്ത് ഒരു ഇലക്ഷന്റെ ആവശ്യമുണ്ടോ? ഇതൊരു ജനാധിപത്യ രാജ്യമാണോ? ഇപ്പോൾ ഒരിക്കലുമല്ല. പക്ഷേ ആ ജനാധിപത്യം തിരിച്ചു കൊണ്ടുവരണം. അത് ഇതുപോലെ ഒറ്റയാൾ പോരാട്ടമാവാൻ പാടില്ല. ഞാൻ ഉൾപ്പെടെ ഈ രാജ്യത്തെ ഓരോ ജനങ്ങളും ഒരുമിച്ച് കൈയോർത്ത് മുന്നോട്ടേക്ക് വരണം, ജനാധിപത്യം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അത് ഈ രാജ്യത്തെ ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്, കടമയാണ്. അതിൽ പാർട്ടിയോ ജാതിയോ മതമോ ഒന്നും നോക്കാൻ പാടില്ല. ഒറ്റ ഐഡന്റിറ്റി, ആസ് എൻ ഇന്ത്യൻ എന്ന ഒരൊറ്റ ഐഡന്റിറ്റിയിൽ എല്ലാവരും മുന്നിലേക്ക് വരണം.